പശ്ചിമേഷ്യൻ യുദ്ധം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കടലിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കടൽ മൈനുകൾ വിന്യസിച്ചിരിക്കുന്നു. ഇത് കണ്ടു പേടിച്ചരണ്ടിരിക്കുകയാണ് കേട്ടോ ട്രംപ്. ചൊവ്വാഴ്ച മാത്രം ഇറാന്റെ 16 മൈൻ വിന്യാസ കപ്പലുകൾ തകർത്തതായിട്ടാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പക്ഷേ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് അമേരിക്കൻ നാവികപ്പടയുടെ ആധുനിക യുദ്ധക്കപ്പലുകളുടെ ശവമടക്കൂടാൻ ഉണ്ടാകുമെന്നാണ്. എന്തുകൊണ്ടാണ് ഇറാന്റെ തുറുപ്പുചിട്ടായ ഈ നാവിക മൈനുകളെ അമേരിക്ക ഇങ്ങനെ പേടിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിച്ചു വരാം. നാവിക മൈനുകൾ അഥവാ നേവൽ മൈനുകൾ എന്നത് വെള്ളത്തിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന ചലിക്കുന്നതോ അല്ലാത്തതോ ആയ സ്ഫോടക വസ്തുക്കളാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ നാവികസേനയ്ക്ക് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ളതും ഇത്തരം മൈനുകളാണ് കേട്ടോ. അമേരിക്ക പേടിക്കുന്നത് വെറുതെ അല്ലെന്ന് വേണം ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കുവാൻ. പ്രധാനമായും 3 രീതിയിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. കപ്പലുകൾ മൈനിൽ നേരിട്ട് തട്ടുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന കോൺടാക്ട് മൈനുകൾ, കപ്പലിന്റെ ശബ്ദമോ കാന്തികതയോ തിരിച്ചറിഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന ഇൻഫ്ലുവൻസ് മൈനുകൾ, പിന്നെ കരയിലിരുന്ന് നിയന്ത്രിക്കാവുന്ന കൺട്രോൾഡ് മൈനുകൾ എന്നിവയാണിവ. കരയിലെ മൈനുകളെ അപേക്ഷിച്ച് കടലിലെ മൈനുകൾ നീക്കം ചെയ്യുന്നത് അതീവ ദുഷ്കരമാണ്. കാരണം തിരമാലകളിൽ പട്ടിവ സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും എന്നതുകൊണ്ടാണ്. ഈ കടലിലെ മരണക്കെണിയുടെ ഭീകരത മനസ്സിലാക്കാൻ നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കി വരാം. 1988 ഇറാൻ ഇറാഖ് യുദ്ധ സമയത്ത് ഒരു ഇറാൻ മൈൻ തട്ടി അമേരിക്കയുടെ USS സാമുവൽ റോബർട്ട്സ് എന്ന കപ്പലിന് വൻ നാശനഷ്ടമാണ് സംഭവിച്ചത്. അതായത് ആ മൈനിന്റെ വില വെറും $1500 ആയിരുന്നു. എന്നാൽ ആ കപ്പൽ നന്നാക്കാനായി അമേരിക്കയ്ക്ക് ചിലവായത് $96 മില്യൺ. നോക്കി നോക്കണേ ഈ പണത്തിന്റെ വലിപ്പച്ചെറുപ്പം. കുറഞ്ഞ ചിലവിൽ ശത്രുവിനെ തകർക്കാൻ കഴിയുന്ന അസമമായ ആയുധം അഥവാ അസിമെട്രിക് വെപ്പൺ എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിളിച്ചു പോരുന്നത്. നിലവിൽ ഇറാന്റെ കൈവശം ഇത്തരത്തിലുള്ള 6000-ലധികം മൈനുകൾ ഉണ്ടെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് ഇത്രയധികം ഈ മൈനുകളെ ഭയപ്പെടുന്നത്? കാരണം ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 ഭാഗവും കടന്നു പോകുന്നത് ഇറാന്റെ മൂക്കിന് താഴെയുള്ള ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. വെറും 21 മൈൽ മാത്രം വീതിയുള്ള ഈ പാതയിൽ ഇറാന്റെ ചെറിയ ബോട്ടുകൾക്ക് പോലും വലിയ വിനാശമാണ് വിതയ്ക്കാൻ സാധിക്കുക. അതിനിടയിലാണ് പുതിയ മൈൻ പ്രതിരോധം കൂടി ഇറാൻ കൊണ്ടുവരുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് 153 കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ പാതയിലൂടെ ഇപ്പോൾ വെറും 13 കപ്പലുകൾ മാത്രമാണ് കേട്ടോ സഞ്ചരിക്കുന്നത്. ഇറാനെ പ്രകോപിപ്പിച്ചാൽ ആഗോള എണ്ണ വിപണി തകരുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നുമുള്ള സത്യം വൈറ്റ് ഹൗസിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഉടൻ മൈനുകൾ എടുത്തു മാറ്റണമെന്ന ട്രംപിന്റെ പുതിയ ഭീഷണിയും അതോടൊപ്പമുള്ള ട്രംപിന്റെ ഭയപ്പാടും വരുന്നത്. Hormuz is going to remain safe. We have a lot of Navy ships there. We have the best equipment in the world inspecting for mines. മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു, ഇനി നടപടി എന്നാണ് ട്രംപിന്റെ ഭാഷ്യം. എന്നാൽ സ്വന്തം മണ്ണും കടലും സംരക്ഷിക്കാൻ ഇറാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിലൂടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. അതെ, ഹോർമൂസ് കടലിടുക്കിലെ തിരമാലകൾ ഇനി ശാന്തമായിരിക്കില്ല. അത് അമേരിക്കൻ പ്രതിരോധത്തിന് നേരെയുള്ള പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.